നഷ്ടങ്ങളിൽ നിന്നാണ് നമ്മൾ ഓരോ പുതിയ കാര്യങ്ങളും പഠിക്കുക. നമുക്ക് പ്രോഫിറ്റ് മാത്രം കിട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും ഒന്നും പഠിക്കില്ല. പക്ഷേ നഷ്ടങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ആ നഷ്ടം പിന്നീട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ നമ്മൾ ചെയ്യും. ഈ രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും ട്രേഡിങ്ങിൽ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസിലും എനിക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങനെയാണ്, ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, എൻ്റെ ട്രേഡിംഗ് സ്റ്റൈൽ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു നഷ്ടത്തിൻ്റെ കഥയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു നഷ്ടം സംഭവിക്കുമ്പോൾ ആ നഷ്ടത്തിന് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ ആ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, ആ നഷ്ടത്തിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുള്ള ഒരു ട്രേഡ് അത് ലോസിലാണ് എൻ്റെ ചെയ്തിട്ടുള്ളത്. ആ ട്രേഡിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിക്കുന്ന വീഡിയോയേക്കാളും ഈ ലോസിനെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം എന്ന് കാണിക്കുന്ന വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാനായിട്ട് പോകുന്നത്. സോ ട്രേഡിംഗ് കൃത്യമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അധികം സമയം കളയണ്ട, നേരെ നമ്മുടെ ട്രേഡിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ എടുത്ത ട്രേഡ്. ഞാൻ ഇന്നലെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിൽ അത് അപ്പോൾ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്തുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. വേണ്ടത് ലോസായതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചാർട്ട് ജസ്റ്റ് റീപ്ലേ ചെയ്ത് കാണിച്ചു തരാം. സോ നമുക്കിവിടെ ഒരു ഹയർ ടൈം ഫ്രെയിമിലേക്ക്, ഒരു 1 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഓക്കെ, കൃത്യമായിട്ട് ഒരു ഈക്വൽ ഹൈസും ഈക്വൽ ലോസും ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു ഫേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലായിരുന്നു. ആൻഡ് സപ്പോർട്ട് ലെവലിലേക്ക് പ്രൈസ് എത്തിയപ്പോൾ അവിടെയാണ് ഞാനൊരു എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ സപ്പോർട്ട് ലെവലിലേക്ക് പ്രൈസ് എത്തിയപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടുകൊണ്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അത് സപ്പോർട്ട് ലെവലിൽ താഴേക്ക് പ്രൈസ് പോയിട്ട് അടുത്ത ലിക്വിഡിറ്റി എല്ലാം എടുത്തുകൊണ്ട് പ്രൈസ് തിരിച്ച് മേലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ മുൻപ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതേ സെയിം സ്ട്രാറ്റജി തന്നെയാണ്, അല്ലെങ്കിൽ അതേ സെയിം രീതി തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നടന്നതിന് ശേഷം ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ക്യാൻഡലിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടെ നമുക്ക് ഈ രീതിയിൽ പലതവണ ഒരു 3 ക്യാൻഡിൽസ് ഇവിടെ നല്ല രീതിയിലുള്ള റിജക്ഷൻ കാഴ്ചവെച്ചതിന് ശേഷം ഒരു ബുള്ളിഷ് ആയിട്ടുള്ള എൻഗൾഫിംഗ് ക്യാൻഡിൽ ഇവിടെ ഫോം ആയപ്പോൾ അവിടെയാണ് ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ലോയ്ക്ക് താഴെയായിട്ട്, പ്രീവിയസ് ആയിട്ടുള്ള ഈ ഒരു ഷാഡോയ്ക്ക് താഴെയായിട്ട് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2.3 റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ് ഞാൻ എൻ്റെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, 1:2.3 ആയിരുന്നു എൻ്റെ റിസ്ക് റിവാർഡ് റേഷ്യോ. ആൻഡ് ഞാനൊരു ടാർഗറ്റ് 1 എന്ന് പറയുന്നത് ഞാൻ എൻ്റെ എൻട്രി മുതൽ ടാർഗറ്റ് വരെയുള്ള ഏരിയയ്ക്ക് ഹാഫ് എന്നും പറയുന്ന രീതിയിൽ, ഓക്കെ, എൻട്രി മുതൽ ടാർഗറ്റ് വരെയുള്ള ആ ഒരു ഏരിയയുടെ ഹാഫിൽ ഞാൻ എൻ്റെ ടാർഗറ്റ് 1 വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടാർഗറ്റ് 1 വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രൈസ് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് പോയി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയാലും നമുക്ക് ലോസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടാർഗറ്റ് 1 എത്തുമ്പോൾ നമ്മൾ നമ്മുടെ പൊസിഷൻ്റെ 50% സെല്ല് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ പിന്നെ താഴേക്ക് പോയാൽ നമുക്ക് ലോസ് വരാത്ത രീതിയിലാണ് നമ്മൾ ആ ഒരു ടാർഗറ്റ് 1 സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് കാണാം. ഞാൻ ചാർട്ട് റീപ്ലേ ചെയ്യുന്നുണ്ട്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്. മുകളിലേക്ക് പോയിട്ട് ഏകദേശം നമ്മൾ ടാർഗറ്റ് 1 എത്തിയില്ല. നമ്മൾ ടാർഗറ്റ് 1 ഹിറ്റ് ആവുന്നതിന് മുൻപായിട്ട് ഒരു $2-3 വ്യത്യാസത്തിലാണ്, ടാർഗറ്റ് 1 ഹിറ്റ് ചെയ്യാനായിട്ട് ഒരു $2-3 വ്യത്യാസത്തിലാണ് പ്രൈസ് പിന്നീട് അവിടെ നിന്ന് താഴേക്ക് പോയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് അവിടെ നിന്ന് താഴേക്ക് പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഈ രീതിയിൽ ഹിറ്റ് ആവുന്നുണ്ട്. വളരെ ക്വിക്കായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നുണ്ട്. ആൻഡ് അതിനുശേഷം പ്രൈസ് തിരിച്ച് ആ ഒരു ഏരിയയിലേക്ക് കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയപ്പോൾ പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചാടിക്കറിയിട്ട് ഇവിടെ വീണ്ടും ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് കിട്ടുന്നുണ്ട്. സോ വേണമെങ്കിൽ വീണ്ടും ചാടിക്കറിയിട്ട് ഒരു ട്രേഡ് വീണ്ടും ഇവിടെ എടുക്കാം, ഒരു റിവെഞ്ച് ട്രേഡ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഞാൻ അതിന് നിന്നില്ല. ഇന്നലെ സൺഡേ ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതിനു ശേഷം പിന്നീട് ആ ട്രേഡ് ഞാൻ നോക്കിയിട്ടില്ല, അത് അവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ആൻഡ് പിന്നീട് പ്രൈസ് ശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ടാർഗറ്റ് 1 ഏരിയയിലേക്കൊക്കെ പോകുന്നുണ്ട്. ആൻഡ് നമ്മൾ വീണ്ടും ചാടിക്കറിയിട്ട് ഒരു എൻട്രി എടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടാർഗറ്റ് 1 ഹിറ്റ് ആവുകയും നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. നമ്മൾ കൃത്യമായിട്ടൊരു ട്രേഡ് എടുത്തു, പ്രോപ്പറായിട്ട് നമ്മുടെ റിസ്ക് മാനേജ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് പൊസിഷൻ സൈസിങ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ പറഞ്ഞു പോകുന്ന അതേ രീതി തന്നെയാണ്. എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു 2% മാത്രമേ ഞാൻ ഈ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്തിട്ടുള്ളൂ. അതിൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ മുൻപത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ റിസ്ക് മാനേജ് ചെയ്തിട്ടുള്ളത്. സോ ഈ രീതിയിലാണ് ഇവിടെ ട്രേഡ് പോയിട്ടുള്ള. ആൻഡ് ഇവിടുന്ന് വീണ്ടും പ്രൈസ് ശക്തമായിട്ട് തന്നെ താഴേക്കൊക്കെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഞാനത് നോക്കിയിട്ടില്ല, ഇന്നത്തെ ദിവസം ഞാൻ മാർക്കറ്റ് നോക്കിയിട്ടില്ല, ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഇന്നലെ ഒരു ട്രേഡ് എടുത്തതും ആൻഡ് ആ ട്രേഡ് ലോസ് ആയതും ഈ ഒരു രീതിയിലാണ്. ഈ ഒരു ട്രേഡിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് ഒരു 6320 ആണ്. അതായത് ഒരു 75.38 USDT ഒരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ടോട്ടൽ ക്യാപിറ്റലായിട്ട് ഉണ്ടായിരുന്നു ഈ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു 3,20,000 രൂപയോളം ഒരു ക്യാപിറ്റൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 ലക്ഷത്തിൽ നിന്നും ഒരു 6320 രൂപ നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് ഒരു 20,000 25,000 രൂപ എനിക്കൊരു ഒറ്റ ട്രേഡിൽ നഷ്ടപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ
എനിക്ക് എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുമോ, എൻ്റെ ഇമോഷൻസിനെ എനിക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമോ? ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം എൻ്റെ ഉള്ള ക്യാപിറ്റലിൻ്റെ അത്യാവശ്യം നല്ലൊരു ശതമാനം തന്നെ എനിക്ക് ഒറ്റ ട്രേഡിൽ തന്നെ, അത് ഒരു ദിവസം കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ ഒരു മനുഷ്യജീവിയാണല്ലോ, സ്വാഭാവികമായിട്ടും നമ്മുടെ ഇമോഷൻസ് അവിടെ കുറച്ച് പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ആവാൻ സാധ്യതയുണ്ട്. ഭൂരിഭാഗം ട്രേഡേഴ്സും നഷ്ടങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും നഷ്ടങ്ങളിലേക്ക് കൂപ്പുകുത്തി വീഴാനായിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണം അവർക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും വലിയൊരു നഷ്ടമാണ് ഞാൻ അവിടെ വരുത്തിയിരുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ നഷ്ടത്തിനെ എത്രയും വേഗം തന്നെ റിക്കവർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഞാൻ ചിലപ്പോൾ ഒരു ഓവർ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. റിവെഞ്ച് ട്രേഡിങ്ങിലൊക്കെ അവിടെ തീർച്ചയായിട്ടും വളരെ വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നു. കാരണം ആ മാർക്കറ്റ്, ആ ചാർട്ട് കണ്ട് നിങ്ങൾക്ക് അത് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. വീണ്ടും നമുക്ക് അതേ ഡയറക്ഷനിലേക്ക് തന്നെ ഒരു ട്രേഡ് എടുക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് തീർച്ചയായിട്ടും അവിടെ തോന്നാൻ സാധ്യതയുണ്ട്. നമ്മൾ വീണ്ടും ചാടി കയറി ആ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ അവിടെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുക നമുക്ക് നമ്മുടെ ക്യാപിറ്റലിൻ്റെ മേലെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റാത്തതിനേക്കാളും കൂടുതൽ നഷ്ടം ഒരൊറ്റ ട്രേഡിൽ ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം അവിടെ സംഭവിക്കും. നമുക്ക് നമ്മുടെ ഇമോഷൻസിന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഉടനെ തന്നെ ആ ഒരു ട്രേഡ് റിക്കവർ ചെയ്യണമെന്നുള്ളൊരു ചിന്ത വരും. നമ്മൾ റിവെഞ്ച് ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ ആ ട്രേഡ് വീണ്ടും നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സോ വലിയ നഷ്ടങ്ങളിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ചെന്ന് ചാടാനായിട്ടുള്ള സാധ്യതകൾ ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിനെ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ള ഒരേ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പ്രോപ്പർ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഒരു 100 ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 99 ട്രേഡും വിൻ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. എല്ലാവരും വളരെ ഹൈ വിൻ റേറ്റോട് കൂടിയിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും ട്രേഡിങ്ങിൽ നോക്കുന്നുണ്ടായിരിക്കുക. 80% വിൻ റേറ്റ്, 70% വിൻ റേറ്റ്, 90% വിൻ റേറ്റ് ഒക്കെ ആയിരിക്കും ഭൂരിഭാഗം ആളുകൾ നോക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു 50% വിൻ റേറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വിൻ റേറ്റ് മാത്രം പോരാ, പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റും പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു 50% അല്ലെങ്കിൽ താഴെ ഒരു വിൻ റേറ്റ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോ ട്രേഡിലും നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ എത്ര ശതമാനം റിസ്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായാലും നമുക്ക് അത്യാവശ്യം സേഫ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാനായാലും നമ്മുടെ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംഗതി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ വെറും 2% മാത്രമാണ്. ഓക്കെ, എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ വെറും 2%, വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഞാൻ ഒരു ട്രേഡിൽ റിസ്ക് ചെയ്തിട്ടുള്ളൂ. ആൻഡ് അതിനനുസരിച്ചുള്ള ഒരു റിവാർഡ് മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുമുള്ളൂ. നമ്മൾ വളരെയധികം ആക്രാന്തം കാണിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ ഒന്നും നേടാനായിട്ടില്ല. സോ ഞാൻ എൻ്റെ ക്യാപിറ്റലിൻ്റെ എത്രയാണോ ഞാൻ റിസ്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള റിവാർഡ് മാത്രമേ ഞാനിവിടെ പ്രതീക്ഷിക്കുന്നുള്ളൂ. സിമ്പിളാണ്. അങ്ങനെ കുറേശ്ശെ പ്രോഫിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിനെ ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, നമുക്കിവിടെ പ്രോഫിറ്റബിൾ ആയിട്ട് നിലനിന്ന് പോകാനായിട്ട് സാധിക്കുള്ളൂ. സോ നിങ്ങളുടെ മൈൻഡ് ഞാൻ ഈ പറയാൻ പോകുന്ന രീതിയിലാണ് എന്നുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ മാറ്റാം. അതായത് ഒരു 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 500 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ 500 1000 ആക്കണം, 1000 2000 ആക്കണം. ആ രീതിയിൽ നിങ്ങളുടെ ക്യാപിറ്റലിനെ ഗ്രോ ചെയ്തുകൊണ്ട് പോകണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ള രീതിയാണ്. ഇങ്ങനെയല്ല നിങ്ങൾ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുള്ള കാര്യമാണ്, നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ട്രേഡിൽ ലോസ് സംഭവിച്ചാലും നമ്മുടെ ക്യാപിറ്റലിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതങ്ങനെ തന്നെ വളരെ സേഫ് ആയിട്ട് തന്നെ നമുക്ക് തൊട്ടടുത്ത ട്രേഡിൽ റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ആ ക്യാപിറ്റൽ അവിടെ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ് ആണ്. ഞാൻ ഈ ഒരു ട്രേഡിൽ ചെയ്ത പോലെ തന്നെ എൻ്റെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 2% മാത്രമേ ഞാൻ റിസ്ക് ചെയ്തിട്ടുള്ളൂ. അത് വളരെ ചെറിയൊരു എമൗണ്ട് ആയിട്ടാണ്, ടോട്ടൽ ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോൾ അത് വളരെ ചെറിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ നഷ്ടം മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കവിടെ കാര്യമായിട്ടുള്ള എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ റിവെഞ്ച് ട്രേഡിനോ ഓവർ ട്രേഡിനോ പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം വളരെ ചെറിയൊരു ലോസ് ആണ്. തൊട്ടടുത്ത ട്രേഡിൽ എനിക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ലോസ് ആണത്. നേരെ മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു 20,000 50,000 ഒക്കെയാണ് എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് ഒരു ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എൻ്റെ മൈൻഡ് മൊത്തത്തിൽ ഔട്ടാവും. ഞാൻ വീണ്ടും റിവെഞ്ച് ട്രേഡ് ചെയ്തുകൊണ്ട് ആ ട്രേഡിനെ റിക്കവർ ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്യാനുള്ള വഴികളായിരിക്കും ഞാൻ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ട്രേഡ്, നമ്മുടെ ലോസ് ആയിട്ടുള്ള ട്രേഡ് ചിലപ്പോൾ നമ്മുടെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ ട്രേഡിംഗ് റൂൾസും പാലിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കുക. പക്ഷേ രണ്ടാമതായിട്ട് നമ്മൾ റിവെഞ്ച് ട്രേഡായിട്ട് എടുക്കുന്ന ട്രേഡിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ റൂൾസിനെ ഫോളോ ചെയ്യില്ല, നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസിനെ ഫോളോ ചെയ്യില്ല, ബ്ലൈൻഡ് ആയിട്ടായിരിക്കും നമ്മളൊരു ട്രേഡിലേക്ക് എൻ്റർ ആവുക. അത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ലോസ് എന്തായാലും സംഭവിക്കും, ലോസ് ഇല്ലാത്ത നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ഗെയിമിൻ്റെ ഒരു പാർട്ടാണെന്നുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾക്കൊരു ലോസ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ ഉറപ്പുവരുത്തേണ്ട കാര്യം, നിങ്ങൾക്ക്
ഓക്കെ ആയിട്ടുള്ള, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലാത്ത, ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ നിങ്ങളുടെ ക്യാപിറ്റലിനെ അപേക്ഷിച്ചുകൊണ്ട് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ട്രേഡിൽ ലോസ് സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മുടെ ലോസിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട കാര്യം. അങ്ങനെ നമ്മൾ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഈസി ആവും. കാരണം വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. സോ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഓക്കെ കുഴപ്പമില്ലാത്ത കാര്യമാണ്, എനിക്കത് റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടി നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ റിവെഞ്ച് ട്രേഡ് ചെയ്യേണ്ടതോ ഓവർ ട്രേഡ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നില്ല. സോ വളരെ സിമ്പിളാണ്. സോ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് വേണം, പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ സൈസിംഗ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പതുക്കെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് നടക്കുന്ന കാര്യമല്ല ഇതൊന്നും തന്നെ. പതുക്കെ ഓരോ ദിവസവും ഓരോ മാസവും എടുത്തുകൊണ്ട് വളരെ പതുക്കെ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഒറ്റയടിക്കൊന്നും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ഞാനും എൻ്റെ മുൻകാലങ്ങളിൽ റിവെഞ്ച് ട്രേഡ് ചെയ്യാറുണ്ട്, ഓവർ ട്രേഡ് ചെയ്യാറുണ്ട്. ഇമോഷൻസിനെ ഒന്നും ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കാത്ത പല സിറ്റുവേഷൻസും ഞാൻ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പതുക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ട്രേഡിങ്ങിലെ പല കോൺസെപ്റ്റുകളും വേണമെങ്കിൽ ഒരാൾക്ക് പഠിപ്പിച്ചു തരാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ മൈൻഡിനെ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങൾ ആർക്കും തന്നെ ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ സ്വന്തം മനസ്സാണ്, നമ്മൾ വേണം അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നഷ്ടങ്ങളെ ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുക. അത് മാത്രം ഓരോ ട്രേഡ് എടുക്കുമ്പോഴും കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതുവഴി നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും ഓവർ ട്രേഡും റിവെഞ്ച് ട്രേഡും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ നഷ്ടങ്ങളിലേക്ക് ചെന്ന് ചാടുന്നതിന് മുൻപായിട്ട് നമുക്ക് കൃത്യമായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ പതുക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അതെന്നെ അറിയിക്കുക. കാരണം ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് അതെനിക്ക് പ്രചോദനമാകുന്നത്. സോ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് കൂടുതൽ ആളുകളിലേക്ക്, നഷ്ടങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് നിങ്ങളുടെ ലൈക്കുകളായിരിക്കും. സോ ഹാപ്പി ട്രേഡിംഗ്. അടുത്ത വീഡിയോയിൽ കാണാം.